ഹലോ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാനും ഹസ്ബൻഡും കൂടി കൃത്യം രാവിലെ 5 മണിക്ക് തന്നെ ദർശനം നടത്താനായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ക്യൂ നിന്ന് മാത്രമേ അവിടെ കയറാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ വിനായക ചതുർത്ഥി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വിനായകൻ്റെ ജന്മദിനമാണ്. അപ്പോൾ എല്ലാ ഗണപതി കോവിലിനും അതിനോടനുബന്ധിച്ച് 7 ദിവസത്തെ തന്നെ ആഘോഷം ഉണ്ടായിരിക്കും. അപ്പോൾ 7ാമത്തെ ദിവസമാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ പഴവങ്ങാടി ശ്രീ ഗണപതി കോവിലിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണിയാണെങ്കിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിങ്സ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി 5 മണിയായിട്ടാണ് ഇത്രയും തിരക്ക് കുറവ്. ഇനി 7 മണി ആ സമയമൊക്കെ ആകുമ്പോൾ ഒരുപാട് തിരക്ക് കാണും. ക്യൂ ഇനി ബസ് സ്റ്റോപ്പ് വരെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിരാവിലെയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. നമ്മളെല്ലാ വർഷവും ഒരു 5 ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. അപ്പോൾ പഴവങ്ങാടി ശ്രീ ഗണപതി കോവിലിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ദർശനം നടത്തിയ ശേഷം നമ്മൾ രണ്ടാമത് അതിനടുത്തുള്ള ഒരു തമ്പാനൂർ, അതിൻ്റെ അടുത്ത സ്ഥലമായ തമ്പാനൂരിലുള്ള ഒരു വിഘ്നേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തി. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തൊഴുതു. അതിന് ശേഷം മൂന്നാമതൊരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അതും ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്കാണ് മുൻതൂക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയും നമ്മൾ ദർശനം നടത്തി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു ശിവൻ്റെ അമ്പലത്തിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെയും ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അവിടെയും തൊഴുതു, ശിവഭഗവാനെയും തൊഴുതു, ഗണപതി ഭഗവാനെയും തൊഴുതിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗണപതിയുടെ കോവിൽ. അവിടെയും നമ്മൾ തൊഴുത് മടങ്ങി. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ തിരുവനന്തപുരത്തുള്ള ശ്രീ ഇരുങ്കുളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത്. ഇവിടെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഇതാണ് അവിടുത്തെ ഗണപതി കോവിൽ. അപ്പോൾ അവിടെ പോറ്റിയൊക്കെ ഗണപതി ഹോമം ഗണപതി ഹോമത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞ് ഏകദേശം രാവിലെ 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഗണപതിയുടെ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. മറ്റു പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് പോറ്റി വരച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിനായകൻ്റെ വിഗ്രഹങ്ങളൊക്കെ ക്ലേയിലുണ്ടാക്കി കടൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് രാത്രി. അപ്പോൾ അതെന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ലോകത്തുള്ള എല്ലാ വിഘ്നങ്ങളും ദോഷങ്ങളൊക്കെ അത് ആ വിഗ്രഹത്തിലാക്കി അത് കടലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ പോറ്റി വളരെ മനോഹരമായിട്ട് തന്നെ ആ ചിത്രം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞ് കീഴ്ശാന്തി പ്രസാദം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗണപതി ഹോമം അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. അത് ശരിയല്ലല്ലോ, അവനെ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞ് ഇനി ഗണപതി ഹോമത്തിന് കൊടുത്ത പ്രസാദം വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ എനിക്കും കിട്ടിയ പ്രസാദം ഞങ്ങളും കൊടുത്തിരുന്നു. അപ്പോൾ ഭഗവാൻ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളാണ് ഇവിടെ പ്രസാദമായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രസാദം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രസാദമായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഉണ്ണിയപ്പം, പിന്നെ ഒരു മോദകം, ഇലയട, പിന്നെ കൊഴുക്കട്ട എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരുപാട് ക്വാണ്ടിറ്റീസൊക്കെ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുകയാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ. താങ്ക് യു.